സമൂഹത്തിനോ he was a figure of influence and respect. സ്വാധീനമുള്ള ബഹുമാനമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു തന്റെ സമൂഹത്തിന്. കുടുംബത്തിന് ഒരു ഡിവോട്ടഡ് ഫാദർ, കമ്മ്യൂണിറ്റിക്ക് എ ഫിഗർ ഓഫ് ഇൻഫ്ലുവൻസ് ആൻഡ് റെസ്പെക്ട്. അത് യോബ് തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന പുസ്തകത്തിൽ അതുപോലെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. എന്തുവാ യോബ് തന്നെ പറയുന്നുണ്ട്, അവനെ കാണുമ്പോൾ അല്ലേ പ്രായവൃദ്ധന്മാർ പോലും എഴുന്നേൽക്കും, പ്രഭുക്കന്മാർ. അത് തന്റെ ക്യാരക്ടർ കൊണ്ട്, തനിക്ക് ആ സമൂഹത്തിൽ തന്റെ സമ്പത്ത് കൊണ്ടുള്ള സ്വാധീനമല്ല, ആ സമ്പത്തിലും തന്റെ സൗമ്യതയും സഹിഷ്ണുതയും താഴ്മയും വിനയവും ദൈവത്തോടും മനുഷ്യരോടും പുലർത്തുന്ന ആ സ്വഭാവം നിമിത്തം ഉണ്ടായ സ്വാധീനമാണ്. നമുക്കറിയാലോ, ഈ സമ്പത്ത് കൊണ്ടൊക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ നമുക്കറിയാമല്ലോ, അവരങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ മാറിയുന്നു. ഓ പിന്നെ അയാളിപ്പം വരുമ്പോ എഴുന്നേറ്റില്ലേ, പിന്നെ അയാളുടെ അടുത്ത് വല്ല കാര്യമായിട്ട് ചെല്ലാൻ പറ്റുമോ? പക്ഷെ പുള്ളിയുടെ കയ്യിലിരിപ്പ് അറിയാവോ, അങ്ങനെ ഒന്ന് പൊക്കി വിട്ടാ മതി, നമുക്ക് അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോ വല്ല കാര്യം സാധിക്കാം. അത് ഇൻഫ്ലുവൻസ് അല്ല, അത് അധികാരത്തിന്റെ ശക്തിയാണ്. പക്ഷെ ഇൻഫ്ലുവൻസ് എന്നെ ചോദിച്ചാൽ എത്ര ഇരിക്കണം എന്ന് ആഗ്രഹിച്ചാൽ അറിയാതെ എഴുന്നേറ്റ് പോകും ചിലരെ കാണുമോ. കാരണം അവരുടെ ക്യാരക്ടർ, അവരുടെ ആടുമാടുകളല്ല സ്വാധീനിച്ചത്, അവരുടെ മക്കളല്ല സ്വാധീനിച്ചത്, അവരുടെ വീടിന്റെ വലുപ്പമല്ല സ്വാധീനിച്ചത്, അവരുടെ സമ്പത്തല്ല സ്വാധീനിച്ചത്, അവരുടെ പേരിന് പ്രശസ്തിയല്ല സ്വാധീനിച്ചത്. ഇങ്ങനെയൊക്കെ ആയിട്ടും എങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഇടപെടാൻ കഴിയുന്നു എന്നുള്ള ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ ഒരു സ്വാധീനമാകുമ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കും. So to his family, he was a devoted father. To his community, he was a figure of influence and respect. പണം കൊണ്ട് നേടിയ സ്വാധീനമല്ല, സമ്പത്ത് കൊണ്ട് നേടിയ ബഹുമാനമല്ല, അദ്ദേഹം ഒരു തികഞ്ഞ മാനവികതയുള്ള ഹ്യൂമാനിറ്റിയിൽ, മനുഷ്യരോടുള്ള ബന്ധത്തിൽ തികച്ചും അതേ നീതി പുലർത്തിയിരുന്നു. അദ്ദേഹം ദൈവത്തോട് മാത്രമല്ലായിരുന്നു നിഷ്കളങ്കൻ, മനുഷ്യരോടും അദ്ദേഹം നേരോടും നിഷ്കളങ്കതയോടും ഇടപെട്ടു. തന്റെ സമ്പത്ത് തന്റെ തലക്കനം കൂട്ടിയില്ല, തന്റെ സ്വഭാവത്തെ മലിനപ്പെടുത്തിയില്ല. പിന്നെയോ സമൂഹത്തിന് വേണ്ടത് ചെയ്യുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് ഇറങ്ങി ചെല്ലുവാൻ കഴിയും. ഇനി ദൈവത്തോട് അദ്ദേഹം എങ്ങനെയായിരുന്നു? He was a man of unparalleled reverence and faith. ദൈവത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന് എന്തായിരുന്നു ഭക്തി, വിശ്വാസം എന്ന് ഓർക്കുമ്പോൾ തന്നെ